പതിവ് പോലെ ജോലി കഴിഞ്ഞ് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നാളെ കൊണ്ടുപോകാനുള്ള ഫുഡ് മുതൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് റെസ്റ്റിങ്ങിൻ്റെ കാര്യം നടക്കൂല എന്നറിയാം. അപ്പോൾ വന്ന ഉടൻ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ റൂമിലെ കുറച്ച് അലങ്കോല പണികളിലേക്ക് കടന്നു. അത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പാതി വഴിയിലാക്കി. ഇനി കുക്കിംഗ്. ലൈഫിൽ എനിക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കുക്കിംഗ്. പക്ഷേ നാളെ പട്ടിണി കിടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം എന്തെങ്കിലും കയറി കുക്ക് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഫുഡ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിലെ എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞു തുടങ്ങിയത്. പണ്ടൊക്കെ ഫുഡ് മുമ്പിൽ കിട്ടുമ്പോൾ കറിക്ക് ഉപ്പില്ല, എരിവ് പോരാ, ഇതേ ഉള്ളോ എന്നും എന്ന കമൻറ്റൊക്കെ അടിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ പേരൻസൊക്കെ അന്ന് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് വെച്ച് വിളമ്പി തന്നതെന്ന്. അന്നൊക്കെ ഉമ്മയും വാപ്പയും ജോലി കഴിഞ്ഞ് വന്ന് രാത്രിയിലത്തെ ഫുഡും ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ എണ്ണീറ്റ് എനിക്കും എൻ്റെ അനിയനും വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി ലഞ്ചും ഉണ്ടാക്കിയതിന് ശേഷമാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ കിച്ചൻ്റെ സൈഡിലോട്ട് പോലും ഞാൻ പോകില്ലായിരുന്നു. ബട്ട് ഇന്ന് വയറ്റിലോട്ട് എന്തെങ്കിലും പോകണമെങ്കിൽ ഞാൻ തന്നെ കയറി കുക്ക് ചെയ്യണം. കാലം വരുത്തി വെച്ച് ഓരോരോ മാറ്റങ്ങളെ